ഹായ് ഓൾ, സെലൻഡസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളൊരു ഷോർട്ട് ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷിൻ്റെ ചോയ്സസ് ടു ദ എലിസബത്ത് ഫസ്റ്റ് സെമ്മിലെ സബ്ജക്റ്റിൽ നിന്ന് ബ്ലോക്ക് ഫസ്റ്റിലെ യൂണിറ്റ് 1 നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഷോർട്ട് ട്യൂഷൻ ക്ലാസ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളൊരു ചെറിയൊരു ട്യൂഷൻ ക്ലാസ് ആണിത്. സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് യൂണിറ്റ് 1ൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഓൺ ട്രേസ് ദ എറ എന്ന് പറയുമ്പോഴത്തേനും നോർമൻ കോൺക്വസ്റ്റ് തൊട്ട് ഇംഗ്ലീഷ് റിനൈസൻസ് വരെ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവും. ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു 12 അല്ലെങ്കിൽ 18 സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. രണ്ടാമെന്ന് പറയുന്നത് ക്രൂസൈഡ്സ് ഇമ്പാക്റ്റ്. മൂന്നാമെന്ന് പറയുന്നത് റിവോൾട്ട്സ് ആൻഡ് റിഫോംസ്. നാലാമത് ദ പ്രിൻറ്റിംഗ് പ്രസ്. ഈ പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുമ്പോഴത്തേനും എങ്ങനെയാണ് പ്രിൻറ്റിംഗ് പ്രസ് വന്നത്, എന്തുകൊണ്ടാണ് അത് വന്നത്, അതുകൊണ്ടുണ്ടായ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് ഓൺ ഐഡിയാസ് റിഫോം ആൻഡ് ദ ലാസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ദ സീസ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കീവേഡ്സ് ആണിത്. നോർമൻ കോൺക്വസ്റ്റ്, ക്രൂസാഡ്സ്, ബ്ലാക്ക് ഡെത്ത്, പെസൻസ് റിവോൾട്ട്. പെസൻസ് എന്ന് പറയുന്നത് ഫാർമേഴ്സ് ആണ്. ഓക്കെ, ഫ്യൂഡലിസം, റിനൈസൻസ്, ഹ്യൂമാനിസം, റിഫോർമേഷൻ ആൻഡ് ടാക്സ് റോം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നതും ഇതിൻ്റെ അത് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് നിങ്ങൾക്ക് ഈ സ്ലൈഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാം ടൈമിലൊക്കെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് തന്നെ നോക്കാൻ പോകുന്നത് നോർമൻ കോൺക്വസ്റ്റ് എന്താണ്. നോർമൻ കോൺക്വസ്റ്റ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ആദ്യമേ നോർമൻസ് ആരാണെന്ന് അറിയാം. അപ്പോൾ നോർമൻസ് എന്ന് പറയുമ്പോൾ ഒറിജിനലി ഇനീഷ്യലി അവർ വൈക്കിംഗ് പൈറേറ്റ്സ് ആയിരുന്നു. അതായത് ഡെൻമാർക്ക്, നോർവേ ആൻഡ് ഐസ്ലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നോർമാൻഡി, ഫ്രാൻസിലെ നോർമാൻഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറി പാർത്ത വൈക്കിംഗ് പൈറേറ്റ്സിനെയാണ് നോർമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെ നമ്മുടെ ഈ ഫ്രാൻസിലെ നോർമാൻഡി എന്ന് പറയുന്ന സ്ഥലത്ത് കുടിയേറുകയും അവിടുത്തെ ക്രിസ്ത്യാനിറ്റി എന്ന മതം സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഫ്രഞ്ച് കൾച്ചർ അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു സമൂഹമായി, പുതിയൊരു സമൂഹമായിട്ട് മാറിയ ആൾക്കാരാണ് ഈ നോർമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമൻസ് ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോർമൻ കോൺക്വസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു കിങ് എഡ്വാർഡ് ദ കൺഫസർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അപ്പോൾ 1064 നമ്മുടെ ഈ നോർമൻ കോൺക്വസ്റ്റ് നടന്ന കാലഘട്ടത്തിൽ കിങ് എഡ്വാർഡ് മരിക്കുകയും അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് എഡ്വാർഡിന് കുട്ടികളില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു കിങ് മരിക്കുമ്പോൾ, രാജാവ് മരിക്കുമ്പോൾ അടുത്ത രാജാവ് ആരെന്നൊരു ചോദ്യവും തർക്കവും അവിടെ ഉണ്ടായി വന്നു. ഓക്കെ, ആ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട 2 പേരാണ് രാജകിരീടത്തിന് അല്ലെങ്കിൽ രാജാവാകാനായിട്ടുള്ള അവകാശം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത്. ഓക്കെ, ആദ്യമായിട്ട് മുന്നോട്ട് വന്നത് നോർമാൻഡി ഡ്യൂക്കായ എഡ്വാർഡ് വില്യമാണ്. അതായത് കിങ് എഡ്വാർഡ് മരിക്കുന്നതിന് മുന്നേ സിംഹാസനം, അതായത് നമ്മുടെ കിങ്ഷിപ്പ് ഇദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടാണ് ആൾ മുന്നോട്ട് വന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്നത് ഹാരോൾഡ് ഗോഡ്വിൻസൺ ആണ്. അപ്പോൾ കിങ് എഡ്വാർഡ് മരിക്കുന്നതിന് മുമ്പേ തന്നെ ഹാരോൾഡിനെ രാജാവാക്കി എന്നതാണ് അദ്ദേഹം ഉന്നയിച്ച അവകാശം. അപ്പോൾ ഇവിടെ ഹാരോൾഡിനെ കിങ് എഡ്വാർഡ് മരിക്കുന്നതിന് മുന്നേ രാജാവാക്കിയതുകൊണ്ട് തന്നെ 1066 ഹാരോൾഡിനെ രാജാവായി കിരീടധാരിയാക്കി. അപ്പോൾ ഹാരോൾഡ് ഗോഡ്വിൻസനെ കിങ് എഡ്വാർഡ് മരിക്കുന്നതിന് മുന്നേ തന്നെ രാജാവാക്കിയതുകൊണ്ട് വില്യം എഡ്വാർഡിൻ്റെ അവകാശം എല്ലാവരും തള്ളി നമ്മുടെ ഹാരോൾഡ് ഗോഡ്വിൻസനെ രാജാവായിട്ട് 1066 പട്ടാഭിഷേകം ചെയ്യുകയുണ്ടായി. സോ വില്യം എന്ന് കരുതി വില്യത്തിന് അർഹമായ സിംഹാസനം, അതായത് ആ ഒരു രാജപദവി ഹാരോൾഡ് എടുത്തു എന്ന് കരുതിക്കൊണ്ട് വില്യം ഇംഗ്ലണ്ടിനെ ആക്രമിക്കാനായിട്ട് തയ്യാറെടുക്കുകയും ഒക്ടോബർ 14, 1066 ആ യുദ്ധം നടക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം യുദ്ധത്തിൽ വില്യത്തിൻ്റെ നോർമാൻ സൈന്യവും ഹാരോൾഡിൻ്റെ ഇംഗ്ലീഷ് സൈന്യവുമാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ ഹാരോൾഡിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന സ്കിൽസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സോൾജേഴ്സ് ആയിരുന്നു. അവർക്ക് ട്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ആർമഡ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഫുട്ട്, അതായത് കാലിൽ നിലത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരു സ്കിൽസ് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നോർമൻ്റെ സൈന്യം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് കുതിരപ്പടകളും വില്ലാളികളും ഒക്കെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് മുൻതൂക്കം നോർമന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാരോൾഡിനെ വധിക്കുകയും യുദ്ധത്തിൽ നോർമൻ ജയിക്കുകയും ഉണ്ടായി. അപ്പോൾ ഹാരോൾഡിനെ വധിക്കാനായിട്ട് നോർമൻ ഒരു തന്ത്രം ഉപയോഗിക്കുകയും ചെയ്ത, അതായത് ഇപ്പോൾ ഹാരോൾഡിൻ്റെ സൈന്യത്തിൻ്റെ ഒരു നീക്കം കണ്ട് നോർമൻ സൈന്യം പിൻവാങ്ങുന്നു അല്ലെങ്കിൽ പേടിച്ചു എന്നൊരു തന്ത്രം മെനയുകയും അത് കണ്ട് ഹാരോൾഡിൻ്റെ സൈന്യം മുന്നോട്ട് വരികയും അത് അവരെ ഒരു ട്രാപ്പാക്കി അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും കുതിരപ്പടകളും വില്ലാളികളും ഒക്കെ ചേർന്ന് അറ്റാക്ക് ചെയ്യുകയും. അപ്പം അവിടെ ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാരോൾഡിൻ്റെ സൈന്യത്തിന് അതായത് നിലത്ത് നിന്ന് യുദ്ധം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കുതിരപ്പടയാളികൾ എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് ഷീൽഡ്, സോഡ് എല്ലാം ഈസി ആയിട്ട് യൂസ് ചെയ്യാനും മുകളിൽ നിന്ന് അവർ യുദ്ധം ചെയ്യുമ്പോഴത്തേനും അവർക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റി, അതായത് ജയിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഹാരോൾഡിൻ്റെ സൈന്യം പരാജയപ്പെടുകയും ഹാരോൾഡിനെ യുദ്ധത്തിൽ കൊല്ലപ്പെടുത്താനും നോർമൻ സാധിച്ചു. ഹാരോൾഡിനെ യുദ്ധത്തിൽ കൊന്നുകൊണ്ട് തന്നെ ആ ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടും നോർമൻ പുതിയ രാജാവായി ഇവിടുത്തെ ഇംഗ്ലണ്ടിൻ്റെ രാജാവാകുകയും ആംഗ്ലോ സാക്ഷൻ ഭരണകാലം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് ആരംഭിച്ചത് നോർമൻ ഭരണകാലമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഷോർട്ടാക്കി ഒന്നുകൂടെ പറയാം. കിങ് എഡ്വാർഡ് മരിച്ചതിന് ശേഷം എഡ്വാർഡ് വില്യം ആൻഡ് ഹാരോൾഡ് ഗോഡ്വിൻ 2 പേര് അവകാശവാദം, സിംഹാസനത്തിന് അല്ലെങ്കിൽ രാജഭരണത്തിന് അവകാശവാദമായിട്ട് വന്നു. ഹാരോൾഡിനെ നേരത്തെ രാജാവായിട്ട് നിയമിച്ചതുകൊണ്ട് ഹാരോൾഡിനെ ഒബിയസ്ലി എല്ലാവരും രാജാവാക്കി. സോ വില്യത്തിന് കിട്ടേണ്ട സിംഹാസനം വില്യത്തിന് നിഷേധിച്ച് ഹാരോൾഡിന് കൊടുത്തു എന്ന് പറഞ്ഞ് വില്യം യുദ്ധം പുറപ്പെടുകയും ഹാരോൾഡിനെ കൊല്ലുകയും വില്യം ഇംഗ്ലണ്ടിൽ പുതിയ രാജാവാകുകയും ചെയ്തു. ഓക്കെ, നമുക്കപ്പം നോർമൻ കോൺക്വസ്റ്റിന്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നോർമൻ കോൺക്വസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒരുപാടുണ്ടായി. അതായത് രാജാവിന് കൂടുതൽ അധികാരം ലഭിക്കുകയും കേന്ദ്ര ഭരണം ശക്തമാവുകയും ചെയ്തു. പഴയ ആംഗ്ലോ സാക്ഷൻ ഭരണകൂടത്തിന് പകരം നോർമൻ ഭരണകൂടം വന്നു. വലിയ വലിയ ലാൻഡ് ലോഡ്സ്, അതായത് ഭൂ ഉടമകളെല്ലാം നോർമൻ ആളുകളായി മാറി. നേരത്തെ ചിലപ്പോൾ ഈ ലാൻഡ് ലോഡ്സ് എല്ലാം നേരത്തെ ആംഗ്ലോ സാക്ഷനെ പിന്തുടർന്നിരുന്നു. ഇപ്പോൾ നോർമനെ പിന്തുടരാനായിട്ട്, അതായത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയുണ്ടായി.
അതിനുശേഷം വന്നൊരു സിസ്റ്റമാണ് ഫ്യൂഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. കിങ് വില്യത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ലാൻഡ് നൽകുകയും അവരെ ലാൻഡ് ലോഡ്സ് ആയിട്ട് നിയമിക്കുകയും ചെയ്തു. അതിന് പകരമായിട്ട് അവർ തിരിച്ച് സൈന്യസേവ ചെയ്യുകയും ചെയ്തു. സൈന്യസേവ എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും യുദ്ധമൊക്കെ വരുമ്പോഴത്തേക്കും സോൾജേഴ്സ് ആയിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം വിട്ടു നൽകുകയും ചെയ്തു. പിന്നെ വന്നിരുന്നത് ഒരു റിലീജിയസ് ചേഞ്ചാണ്. നോർമൻ രാജാക്കന്മാർ ചർച്ച് സിസ്റ്റം കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുകയും അതായത് ഇംപ്രൂവ് ചെയ്യുകയും പിന്നെ കൂടുതലായിട്ട് നിയന്ത്രിച്ച് വരികയും ചെയ്തു. ഓക്കെ, നിയന്ത്രിച്ച് വരുന്നു എന്ന് പറയാൻ കാരണം എന്താ പറഞ്ഞാൽ മുൻപ് ചർച്ച് സിസ്റ്റം എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് ബിഷപ്പുമാരാണ്. പക്ഷേ അവർക്ക് പോലെ ഇപ്പോൾ നോർമൻ ബിഷപ്പുമാരാണ് ഇപ്പോൾ ഈ നോർമൻ രാജഭരണം വന്നതിന് ശേഷം ചർച്ച് സിസ്റ്റം എല്ലാം ഹാൻഡിൽ ചെയ്തു വന്നത്. ഓക്കെ, പിന്നെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഭാഷാ മാറ്റമാണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്ലാസ്സിനും ഓരോ ലാംഗ്വേജ് വെച്ച് ഇവർ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ച് വന്നത് 3 ഭാഷകളാണ്: ലാറ്റിൻ, ഫ്രഞ്ച്, ആംഗ്ലോ സാക്ഷൻ. ഈ ആംഗ്ലോ സാക്ഷൻ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. ഓൾഡ് ഇംഗ്ലീഷിനെയാണ് ആംഗ്ലോ സാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ലാറ്റിൻ ലാംഗ്വേജ് ചർച്ച് ആൻഡ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നത്. ഫ്രഞ്ച് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ, കോർട്സ്, ഗവൺമെൻറ് ഇവരെല്ലാമാണ് ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നത്. ആംഗ്ലോ സാക്ഷൻ ലാംഗ്വേജ് സാധാരണക്കാർ, ഫാർമേഴ്സ് ഇതുപോലുള്ള ആൾക്കാരൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സോ ഒബ്വിയസ്ലി 3 ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ തന്നെ 3 തരത്തിലുള്ള ആൾക്കാരായിട്ട് അവിടെ മാറുകയും അത് അവരുടെ കാസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് പ്രയോറിറ്റി കാണിക്കുകയും ചെയ്തു, പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവഞ്ച്വലി ഈ ഫ്രഞ്ച്, ആംഗ്ലോ സാക്ഷൻ, ലാറ്റിൻ പോലുള്ള ഈ ലാംഗ്വേജസ് എല്ലാം മിക്സ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ആവാനും തുടങ്ങി. സോ ഇതിനകത്ത് ഞാൻ എക്സാം പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഗ്രേറ്റസ്റ്റ് റിസൾട്ട് ഓഫ് ദ നോർമൻ കോൺക്വസ്റ്റ് വാസ് ദ മേക്കിംഗ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നോർമൻ കോൺക്വസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് രൂപീകരിക്കപ്പെട്ടു എന്നതാണ് ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്നതിന് ശേഷം ഈ ഫ്രഞ്ചിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേർഡ്സ് എല്ലാം ഇംഗ്ലീഷിലോട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ മനസ്സിൽ വരുന്നത് ഒരു കിങ് മരിച്ചു, ആ ഒരു സിംഹാസനത്തിന് വേണ്ടി 2 പേര് അവകാശവാദം ഉന്നയിച്ചു. ഒരാൾക്ക് സിംഹാസനം കൊടുത്തു, അതിനെ പ്രതീക്ഷിച്ച് ഒരാൾ യുദ്ധം നയിച്ചു. യുദ്ധം നയിച്ച ആൾ വിജയിക്കുകയും ചെയ്തു. വിജയിച്ചതിന് ശേഷം വന്ന മാറ്റങ്ങൾ, മതപരമായിട്ടുള്ള മാറ്റങ്ങൾ, ലാൻഡ് ലോഡ് സിസ്റ്റം വന്നു. അതുപോലെ തന്നെ ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് ലാംഗ്വേജസ് വന്നു. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്, പുതിയൊരു ലാംഗ്വേജ് ഉത്ഭവിക്കുകയും ചെയ്തു. ഓക്കെ, കോമൺ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉത്ഭവിക്കുകയും ചെയ്തു. ഓക്കെ, ഇതാണ് അപ്പോൾ നോർമൻ കോൺക്വസ്റ്റിൻ്റെ ഒരു ഷോർട്ട് കണ്ടന്റ്, അതായത് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ നോർമൻ കോൺക്വസ്റ്റിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേനും സ്കാൻഡിനാവിയൻ ഇൻവെൻഷൻസ് നിർത്തുകയും ഇംഗ്ലണ്ടിനെ യൂറോപ്പുമായിട്ട് കൂടുതലായിട്ട് അടുക്കാനും ഉള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായി. അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ക്രൂസൈഡ്സ് ആണ്. ക്രൂസൈഡ്സ് എന്ന് പറയുമ്പോൾ ഇത് റിലീജിയസ് വാർ ആയിരുന്നു. റിലീജിയസ് വാർ എന്ന് പറയുന്നത് ജെറുസലേമിനെ മുസ്ലിംസ് ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്തെ മുസ്ലിംസ് ആണ് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് ക്രിസ്ത്യൻസ് നടത്തിയ ഒരു യൂറോപ്യൻ ക്രിസ്ത്യൻസ് നടത്തിയ ഒരു വാറാണ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് ആയാലും ജൂതന്മാരായാലും ഇസ്ലാംസ് ആയാലും ജെറുസലേമിനെ ഒരു വിശുദ്ധ സ്ഥലമായിട്ടാണ് കാണുന്നത്. സോ അവർക്കാണ് അവിടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു സ്ഥലം നേടാനായിട്ട്, ആ ഒരു ഏരിയ നേടാനായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം ആരംഭിച്ചത്. പിന്നെ ഈ ജെറുസലേം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രമല്ല ഈ ക്രൂസൈഡ്സ് എന്ന് പറയുന്ന യുദ്ധം ഉണ്ടായത്. പല പല കാരണങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ ക്രിസ്ത്യൻസ് ക്രൂസൈഡ്സ് എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് എത്താൻ കാരണമായത്. ജെറുസലേം മുസ്ലിം ഭരണത്തിന് കീഴിലായിരുന്ന സമയത്ത് ക്രിസ്ത്യൻസിന് അവിടെ പോകാനായിട്ട് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ജെറുസലേമിൽ പോകുന്ന ക്രിസ്ത്യൻ ആരാധകരെ സ്ലെജോക് ടർക്സ്, അതായത് മുസ്ലിം യോദ്ധാക്കൾ ആക്രമിക്കുകയും കവർച്ച നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇത് തുടർച്ചയായിട്ടും നടന്നു വന്നുകൊണ്ടിരുന്നു. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻ, അതായത് തീർത്ഥാടനത്തിന് പോകുന്ന ആൾക്കാരെ ഈ മുസ്ലിം സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയും കവർച്ച നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറയുന്ന ആൾ ക്രിസ്ത്യൻസിനെ എൻകറേജ് ചെയ്ത് പുതിയൊരു വാറിലേക്ക് നയിച്ചു, ഫൈറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ദ ക്രൂസൈഡ്സ് എന്ന് പറയുന്ന ഒരു വാർ സെക്ഷൻ ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആശയം പീറ്റർ ദ ഹെർമിറ്റ് ക്രിസ്ത്യൻസിനെ അറിയിച്ചതോ അവരെ എൻകറേജ് ചെയ്ത ആ ഒരു ടൈമിലും പോപ്പ് അർബൻ II, കാത്തോലിക് ചർച്ചിൻ്റെ തലവനായിരുന്നു പോപ്പ് അർബൻ II എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ക്രിസ്ത്യൻസിനോടെല്ലാം ഫൈറ്റ് ചെയ്യാനും ആ ഒരു ക്രൂസൈഡ്സ് എന്ന് പറയുന്ന അവരുടെ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹം അതിന് റീസണായിട്ട് പറഞ്ഞത് ഇത് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട യുദ്ധമാണ് എന്ന് പറഞ്ഞാണ് ക്രൂസൈഡ്സ് ആരംഭിച്ചത്. ക്രൂസൈഡ്സിന് മെയിനായിട്ടും 3 സ്റ്റേജസ് ആണ് ഉണ്ടായിരുന്നത്, 3 ക്യാമ്പയിൻസ് എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് ക്രൂസൈഡ് എന്ന് പറയുന്നത് 1097-ലും സെക്കൻഡ് ക്രൂസൈഡ് എന്ന് പറയുന്നത് 1147-ലുമാണ് നടന്നിരുന്നത്. ഇതിൽ ഫസ്റ്റ് ക്രൂസൈഡ് ആരംഭിച്ചത് 1097-ലും അത് അവസാനിച്ചത് 1099-ലാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് റോബർട്ട് ഓഫ് നോർമാൻഡിയാണ്. ഇതിന് ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് ജെറുസലേം 1099-ൽ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇതായിരുന്നു ക്രൂസൈഡ്സിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ക്രൂസൈഡ്സ്. കാരണം അവർക്ക് ജെറുസലേം തിരിച്ചു വേണമായിരുന്നു. യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും കൂടാതെ അല്ലെങ്കിൽ ശല്യങ്ങളും കൂടാതെ അവർക്ക് അവിടെ തീർത്ഥാടനം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ അവർ 1099-ൽ ജെറുസലേം തിരിച്ചു പിടിക്കുകയും ചെയ്തു. സെക്കൻഡ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത് 1147-ലാണ് നടന്നിരുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ലൂയിസ് VII ആണ്. ഫ്രാൻസിൻ്റെ ലൂയിസ് VII എന്ന് പറയുന്ന ആളായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്. പക്ഷേ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ സാധിക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, മൂന്നാമതായിട്ട് നടന്ന ക്രൂസൈഡ്സിന് 3 പേരാണ് നേതൃത്വം കൊടുത്തത്. റിച്ചാർഡ് I, ഇംഗ്ലണ്ടിൻ്റെ റിച്ചാർഡ് I, ഫ്രാൻസിൻ്റെ ഫിലിപ്പ്, ജർമ്മനിയുടെ ഫെഡ്രിക് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അതെന്തുകൊണ്ടായിരുന്നു വെച്ചാൽ ജെറുസലേം സുൽത്താൻ സലാദിൻ്റെ കയ്യിലായിരുന്നു. സോ അവർക്ക് അവിടെ പ്രോപ്പറായിട്ട് പോകാനോ ഒന്നും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ തേർഡ് ക്രൂസൈഡ്സ് നടത്തിയത്. പക്ഷേ ഈ യുദ്ധത്തിൽ റിച്ചാർഡിനും കൂട്ടർക്കും പ്രത്യേകിച്ചൊന്നും സാധിക്കാനോ ജയിക്കാനോ ഒന്നും പറ്റിയില്ല. അവർക്ക് ജെറുസലേം തിരിച്ചു പിടിക്കാനുള്ള സിറ്റുവേഷനും ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സലാഡിനൊപ്പം ഒരു കരാർ ഒപ്പിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചൊന്നും സാധിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. ഫസ്റ്റ് നടന്ന ക്രൂസൈഡ് മാത്രമായിരുന്നു അവർക്ക് സക്സസ്ഫുള്ളി ജെറുസലേം തിരിച്ചു പിടിക്കാനായിട്ടൊരു സ്റ്റേജിൽ എത്താനായിട്ട് പറ്റിയൊരു ക്രൂസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂസൈഡ്സ് അല്ലെങ്കിൽ ഇപ്പം ക്രൂസൈഡ്സ് എന്ന് മാത്രം നോക്കണ്ട, നമുക്കൊരു യുദ്ധം നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ ആയിരിക്കും അവിടുത്തെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തൊക്കെയായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാം. കൂടുതലായിട്ടും ജനങ്ങൾക്ക് മേലെ നികത്തി ചുമർത്തുകയും അതുപോലെ തന്നെ ഒരുപാട് ജീവഹാനികളുണ്ടാവും. ഒരു യുദ്ധം നടത്തുമ്പോൾ എന്തായാലും മരണങ്ങൾ ഒരുപാട് സംഭവിക്കും. അപ്പോൾ ജീവഹാനികളുണ്ടായി. പിന്നെ സാമ്പത്തിക നഷ്ടം, ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതിന് കുറച്ച് പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. ട്രേഡിംഗ് ഇൻക്രീസ് ചെയ്തു എന്ന് വെച്ചാൽ ട്രേഡിംഗ് ഇൻക്രീസ് ചെയ്തെന്ന് വെച്ചാൽ യൂറോപ്പും ഈസ്റ്റ് ഏഷ്യയും തമ്മിലുള്ള വ്യാപാര വളർച്ച വർദ്ധിച്ചു. പിന്നെ പുതിയ പുതിയ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് എത്താനും തുടങ്ങി. മസ്ലിൻ, വെൽവെറ്റ്,
ഡമാസ്കോ, ഓറഞ്ചസ് പോലുള്ള സാധനങ്ങളെല്ലാം മാർക്കറ്റിലേക്ക് എത്താനും തുടങ്ങി. ട്രേഡിംഗ് ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഓബിയസ്ലി പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് കടൽ മാർഗ്ഗമുള്ള യാത്ര പ്രൊമോട്ട് ചെയ്യാനും പുതിയ പുതിയ വഴികൾ കണ്ടെത്താനുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടായി. ഈ ക്രൂസൈഡ്സ് എല്ലാം അവസാനിച്ചതിന് ശേഷം അതിൻ്റെ ഫ്യൂച്ചർ ഇമ്പാക്റ്റ് ആയിട്ട് പുതിയ പുതിയ ഒരുപാട് കടൽ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാനും കടൽ എക്സ്പ്ലോർ ചെയ്യാനുമായിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എക്സാം പോയിന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ക്രൂസൈഡ്സ് എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് റൂട്ട്സ് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റിന് ഇടയിൽ ട്രേഡ് റൂട്ട്സ് ഓപ്പൺ ചെയ്യാനായിട്ട് അവർക്ക് ഈ ക്രൂസൈഡ്സിന് ശേഷം സാധിക്കുകയുണ്ടായി. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. 1348 ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായത്. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു പകർച്ചവ്യാധിയാണ്, മാരകമായി പടർന്നുകൊണ്ടിരുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ബ്യൂമോണിക് പ്ലാഗ് എന്നാണ് ഇതിനെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ആ അസുഖത്തെ ബ്യൂമോണിക് പ്ലാഗ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. വളരെ വേഗത്തിൽ പടരുന്ന ഒരു രോഗമായിരുന്നു. അതിൻ്റെ സിംറ്റംസ് ആയിരുന്നു ഫീവർ, ഹൈ ഫീവർ, ഇൻറ്റൻസ് ത്രിസ്റ്റ്, ഷോളൻ ലെംസ്, പിന്നെ പെട്ടെന്ന് ആൾക്കാർ മരിച്ചു പോകുകയല്ല ഇതിൻ്റെ സിംറ്റംസ് ആയിരുന്നു. ഓക്കെ, ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത് ഈ ബ്ലാക്ക് റാറ്റ്സ്, അതായത് കറുത്ത എലികളുടെ മുകളിലുള്ള ചെല്ലിൽ നമ്മൾ ചെല്ലെന്നൊക്കെ പറയുന്ന സാധനം, ഫ്ലീസ്, ഇത് മൂലമാണ് മനുഷ്യർക്ക് ഇത് പകർന്നുകൊണ്ടിരുന്നത്. സോ ആ കാലത്ത് ഫാർമിംഗ് ആയിരുന്നു മെജോറിറ്റി ഓഫ് ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫാമിൻ്റെ ഇടയിലൊക്കെ, അതായത് കൾട്ടിവേറ്റഡ് ഏരിയസിനിടയിലൊക്കെ ഈ കറുത്ത എലികൾ ഉണ്ടാവുകയും അവർക്ക് കൂടുതലായിട്ട് ഈ രോഗം സ്പ്രെഡ് ചെയ്യാനും ആ ഫ്ലീസ് അവരെ അഫക്റ്റ് ആകാനും അവർക്ക് ഇൻഫെക്ഷൻ വരുത്താനും അല്ലെങ്കിൽ ഈ അസുഖം വരുത്താനും കാരണമായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വില്ലേജസ് തന്നെ വാനിഷാകുന്നു. അതായത് വില്ലേജിലെ ആൾക്കാർ, വില്ലേജസ് വാനിഷാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എൻ്റെ വില്ലേജ് അവിടുത്തെ സാധനങ്ങൾ വാനിഷാകുകയല്ല, അവിടുത്തെ ആൾക്കാരെല്ലാം മരിച്ചു പോവുകയും എക്കണോമി കൊളാപ്സ് ആവുകയും ചെയ്തു. ഓക്കെ, പെട്ടെന്ന് തന്നെ ആൾക്കാർ ഒരു 50% ആൾക്കാർ ഇംഗ്ലണ്ടിൻ്റെ പോപ്പുലേഷൻ 1348 കോടി കുറയാനും കാരണമായി. ആ കാലഘട്ടത്തിലെല്ലാം ചർച്ചിലെ പ്രീസ്റ്റിനെയൊക്കെ ദൈവ തുല്യമായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബട്ട് ആ കാലത്ത് ഈ ബ്ലാക്ക് ഡെത്ത് വന്ന ടൈമിൽ, അല്ലെങ്കിൽ ഈ ബ്യൂമോണിക് പ്ലാഗ് വന്ന ടൈമിൽ ചർച്ചിലെ പ്രീസ്റ്റിന് പോലും നിലനിൽപ്പില്ലാതായി അവർ തന്നെ മരിച്ചു വീഴാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായി. സോ ഇത്രയധികം ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ തൊഴിലാളികൾ കുറവായി. ജീവനോടെ ഉണ്ടായിരുന്നവർക്ക് ശമ്പളം കൂട്ടണം എന്നുള്ളൊരു കോട്ടൊക്കെ അവിടെ വരികയും എന്തെങ്കിലും ജോലി എടുക്കണമെങ്കിൽ തൊഴിലാളികൾക്ക് കൂടുതൽ പണം നൽകേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എക്കണോമി തകരുകയും വർക്കേഴ്സിന് ശക്തി കൂടുകയും ചെയ്തു. സോ ഇതിൻ്റെ അകത്തൊരു എക്സാം പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബ്ലാക്ക് ഡെത്ത് പ്രൊഫോൺലി ചേഞ്ച് ഇംഗ്ലണ്ട്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. കാരണം കൂടുതലായിട്ട് ആൾക്കാർ മരിക്കുകയും ഉള്ള ലേബേഴ്സിനെല്ലാം കൂടുതലായിട്ടും ശമ്പളം കൊടുക്കുകയും അവിടെ എക്കണോമിക്ക് ചേഞ്ച് വരികയും കാരണങ്ങളെല്ലാം ഉണ്ടായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് പെസൻസ് റിവോൾട്ടാണ്. പെസൻസ് എന്ന് പറയുന്നത് ഫാർമേഴ്സിനാണ് പെസൻസ് എന്ന് പറഞ്ഞ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പെസൻസ് റിവോൾട്ട് എന്ന് പറയുന്നത് കർഷകരും തൊഴിലാളികളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയൊരു സമരം അല്ലെങ്കിൽ കലാപമാണ് ഈ പെസൻസ് റിവോൾട്ട് എന്ന് പറയുന്നത്. ഇവർ നടത്താനായിട്ടുണ്ടായ കാരണം എന്ന് പറയുന്നത് ഭരണകൂടത്തെയും കനത്ത നികുതിയും ഒക്കെ എതിർത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ ലീഡ് ചെയ്തത് വാട്ട് ടൈലറും ജാക്ക് സ്ട്രോവുമാണ്. ഇവരാണ് കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഈ കലാപം നടത്താനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വേജസ് ആണ്. അതായത് അവർക്ക് കുറഞ്ഞ ശമ്പളം കൊടുക്കുന്നതാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് വളരെ കുറച്ച് വേതനം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ അന്നത്തെ കാലത്ത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അവരുടെ അത്രയും കുറച്ച് എമൗണ്ടാണ് കിട്ടുന്നതുകൊണ്ട് അവരുടെ ഡേ ടു ഡേ ലൈഫ് തന്നെ വളരെ കഷ്ടത്തിലായിരുന്നു. അവർക്ക് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ട് ഈ ഒരു പെസൻസ് റിവോൾട്ടിന് ഫസ്റ്റ് റീസൺ ആയിരുന്നു. സോ അവർക്ക് ലോ വേജസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുകയും അവർക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് അവർ ഈ പെസൻസ് റിവോൾട്ട് നടത്തിയത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലാൻഡ് ലോഡ്സ് ഈ ക്രോപ്പ് കൾട്ടിവേഷൻ എല്ലാം നടത്തി. അപ്പോൾ ഫാർമേഴ്സിന് ഓബിയസ്ലി അവിടെ ജോലി പോവുകയും അവിടെ ഷീപ്പ് ഫാമിംഗ് തുടങ്ങുകയും ചെയ്തു. ഷീപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ആട് വളർത്തൽ തുടങ്ങുകയും ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അവിടെ കൾട്ടിവേഷൻ ഉണ്ടായില്ല. അപ്പോൾ ഫാർമേഴ്സിനൊക്കെ ജോലി നഷ്ടപ്പെടുകയും ലാൻഡ് ലോഡ്സിന് അത്രയും വേജസ് അവർക്ക് കൊടുക്കേണ്ടത് കുറയ്ക്കുകയും ഇവർക്ക് ഷീപ്പിൽ നിന്ന് തന്നെ, അതായത് ആടുകളിൽ നിന്ന് തന്നെ ഒരു വരുമാനം കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൂന്നാമത്തെ കാരണമാണ് സ്റ്റാച്യു ഓഫ് ലേബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാർ തന്നെ അവിടെ നിയമം ഉണ്ടാക്കി കർഷകർ കൂടുതലായിട്ടുള്ള എമൗണ്ട് ചോദിക്കാൻ പാടില്ല, വേജസ് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടാക്കിയതും ഇതിന് കാരണമാകുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ പോൾ ടാക്സ് 1377 നടന്നതാണ്. ഫ്ലാറ്റ് റേറ്റ്, അതായത് അന്ന് അവിടെ ടാക്സ് ഒരു ഫ്ലാറ്റ് റേറ്റ് ആക്കി. ഉയർന്നവനാണെങ്കിലും താഴെയുള്ളവനാണെങ്കിലും ഒരേ ലെവലിൽ തന്നെ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു ടൈമിൽ ദരിദ്രമാർക്ക്, അതായത് ഈ ഫാർമേഴ്സ് അല്ലെങ്കിൽ അന്ന് ദരിദ്രർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ തുച്ഛമായ വേതനം മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു. സാലറിയൊക്കെ വളരെ കുറവായിരുന്നു. സോ അവർക്ക് ഈ ഒരു ടാക്സ് ഭയങ്കര കഷ്ടമായിരുന്നു അടയ്ക്കാനായിട്ടും. ഓക്കെ, സോ അവർക്ക് ഈ ടാക്സ് അടയ്ക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകയും ടാക്സ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം പാടുപെടേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി. അതും ഇതിനൊരു റീസണാണ്, പെസൻസ് റിവോൾട്ടിന് ഒരു റീസണാണ്. സോ ഈ 4 റീസൺസ് ആണ് മേജറായിട്ട് പെസൻസ് റിവോൾട്ട് എന്ന് പറയുന്ന ഈ കലാപം ഉണ്ടാകാനായിട്ട് കാരണമായത്. അപ്പോൾ ഈ പെസൻസ് റിവോൾട്ടിൻ്റെ കാരണങ്ങൾ നോക്കി ഇതിനകത്തുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കാം. കർഷകർ ലണ്ടനിലേക്ക് മാർച്ച് നടത്തി. കർഷകർ എല്ലാവരും ചേർന്നിട്ട് ലണ്ടനിലേക്ക് ഒരു മാർച്ച് നടത്തുകയും സർക്കാർ ഉദ്യോഗസ്ഥരെയൊക്കെ കൊന്നു വീഴ്ത്താനും തുടങ്ങി. ജോൺ ഓഫ് മോണിൻ്റെ കൊട്ടാരം കത്തിക്കുകയും ചെയ്തു. സോ ഇത്രയൊക്കെ ഇൻസിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് ഈ കലാപം വളരെയധികം ശക്തമായി നടന്ന് മുന്നോട്ട് പോവുകയും സോ അക്കാലത്തെ രാജാവായ കിങ് റിച്ചാർഡ് II കലാപക്കാരെ കണ്ടുമുട്ടുകയും അവർക്ക് പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ആ വാഗ്ദാനങ്ങളൊന്നും അവർക്ക് പാലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊന്നും ചെയ്തു കൊടുക്കുകയുണ്ടായിരുന്നില്ല. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെസൻസ് റിവോൾട്ടിന് 2 ലീഡേഴ്സ് ഉണ്ടായിരുന്നു, വാട്ട് ടൈലർ ആൻഡ് ജാക്ക് സ്ട്രോ. ഇതിനകത്ത് വാട്ട് ടൈലറിനെ അവർ കൊന്നു കളയുകയും ജാക്ക് സ്ട്രോനെ അറസ്റ്റിലാക്കുകയും ചെയ്തു. കർഷകർക്ക് ഈ ഒരു പ്രോമിസ് കിങ് റിച്ചാർഡ് II ഈ പ്രോമിസ് കൊടുത്തതിന് ശേഷം അവരെ കലാപം അവസാനിക്കുന്ന ടൈമിലാണ്, ലാസ്റ്റ് മൊമെന്റിലാണ് വാട്ട് ടൈലറിനെ കൊല്ലപ്പെടുകയും ജാക്ക് സ്ട്രോനെ അറസ്റ്റിലാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കലാപം അഴിച്ചപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലീഡേഴ്സ് ഓബിയസ്ലി കൊല്ലപ്പെടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്ത സിറ്റുവേഷനിലായി എന്നൊരു തോന്നൽ വരികയും ആ കലാപം അവിടെ വിജയിക്കാതെ പോവുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എക്സാം പോയിന്റ് ആയിട്ട് കൊടുക്കുന്നത് മേജറായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ജനങ്ങളെല്ലാം ഒന്ന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ചലിപ്പിക്കാനും അവരെ ഒന്ന് പേടിപ്പെടുത്താനും കഴിയും എന്നുള്ളൊരു ഇമ്പാക്റ്റ് അവരുടെ
എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉള്ള ഇമ്പാക്റ്റ് അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ലീഡേഴ്സിന് താങ്ങാൻ പറ്റില്ല. അവർക്ക് അവർക്ക് ഈ കലാപം നടത്തുന്നവർ അല്ലെങ്കിൽ സാധാരണക്കാർ മുന്നിലേക്ക് വരേണ്ടി വരും, ആൻസറബിൾ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരും എന്ന് അവർക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചു. ഈ ചോയ്സസ് ടു ദ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഹിസ്റ്ററിയാണ്. സോ കേൾക്കുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് നമ്മൾ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് മെയിൻ ടോപ്പിക്സും മെയിൻ പോയിന്റ്സും മാത്രമാണ് പറയുന്നത്, എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. സോ ഇത് കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം നമുക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനായിട്ടുള്ളത് ദ വാർ ഓഫ് ദ റോസസ് ആണ്. വാർ ഓഫ് ദ റോസസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം രണ്ട് റോസസ് അല്ലെങ്കിൽ ഒന്നിലധികം റോസസ് തമ്മിലുള്ള വാർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ദ റെഡ് റോസ് ആൻഡ് ദ വൈറ്റ് റോസ്. റോസാ പൂക്കളല്ല ഇവിടെ യുദ്ധം നടത്തിയത് രണ്ട് ഫാമിലീസാണ്. ഫാമിലീസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് റെഡ് റോസ് ആൻഡ് വൈറ്റ് റോസ് എന്ന്. ഇംഗ്ലണ്ടിലെ രാജകുടുംബങ്ങളിൽ നടന്ന ആഭ്യന്തര യുദ്ധം അല്ലെങ്കിൽ സിവിൽ വാറിനെയാണ് ദ വാർ ഓഫ് ദ റോസസ് എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് ഹൗസസ് തമ്മിലാണ് ഈ യുദ്ധം നടന്നത്, അതുകൊണ്ടാണ് ഇവിടെ രണ്ട് ബോക്സ് വന്നിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഹൗസ് ഓഫ് ലാങ്കസ്റ്റർ, അവരുടെ ചിഹ്നമായിരുന്നു റെഡ് റോസ്. രണ്ടെന്ന് പറയുന്നത് ഹൗസ് ഓഫ് യോർക്ക്, അവരുടെ ചിഹ്നമായിരുന്നു വൈറ്റ് റോസ്. ഓക്കെ, സോ ഇവരുടെ രണ്ടുപേരും സിമ്പിൾസ് റോസസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഹെഡിങ് വന്നിരിക്കുന്നത് ദ വാർ ഓഫ് ദ റോസസ്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിന് വാർ ഓഫ് ദ റോസസ് എന്ന് പേര് വന്നിരിക്കുന്നത്. വാർ ഓഫ് ദ റോസസ് എന്ന് പറയുമ്പോൾ ഒരു 32 കൊല്ലത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധമാണ്, സിവിൽ വാറാണ് വാർ ഓഫ് ദ റോസസ് എന്ന് പറയുന്നത്. 1455 തുടങ്ങി 1487 വരെ ഇവർ യുദ്ധം ചെയ്തു. സിവിൽ വാറാണ് നടത്തിയത്. ഓക്കെ, ഇവർ യുദ്ധം നടത്തിയത് രാജാധികാരം നേടാനായിട്ട് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇവർ യുദ്ധം നടത്തിയത്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഇവൻസ് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് സെയിൻറ്റ് അൽബാൻസ് 1455 നടന്നപ്പോൾ റിച്ചാർഡ് യോർക്ക് ജയിച്ചു. അദ്ദേഹം പിന്നീട് ഭരണാധികാരി, അതായത് ഹൗസ് ഓഫ് യോക്കിൻ്റെ റിച്ചാർഡ് യോർക്ക് ജയിച്ചപ്പോൾ വൈറ്റ് റോസസ് അവിടെ ജയിക്കുകയും അദ്ദേഹം അവിടുത്തെ കിങ് ആവുകയും ചെയ്തു. അവിടെ റിച്ചാർഡ് യോർക്ക് കിങ് ആയെന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് ലാങ്കസ്റ്റേഴ്സ് പിന്നീട് റിച്ചാർഡ് യോക്കിനെ കൊല്ലുകയും യുദ്ധം അവിടെ അവസാനിക്കുകയും ചെയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്തു. റിച്ചാർഡ് യോക്കിൻ്റെ മരണശേഷം എഡ്വേർഡ് യോർക്ക് പോരാട്ടം തുടരുകയും ചെയ്തു. 1461 കിങ് എഡ്വേർഡ് IV ആയി ഭരണം വയ്ക്കുകയും ചെയ്തു. സോ എഡ്വേർഡ് അവിടെ രാജാവായതിനു ശേഷം ഹൗസ് ഓഫ് ലാങ്കസ്റ്റേഴ്സിൻ്റെ ക്യൂൺ മാർഗരറ്റ് സ്കോട്ട്ലാൻഡിലേക്ക് പോവുകയും അവിടുന്ന് ബർഗണ്ടിയിലേക്ക് പോവുകയും ചെയ്തു. ഈ യുദ്ധം വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ഫ്യൂഡൽ, അതായത് ലാൻഡ് ലോഡ്സ്, ഫ്യൂഡൽ ഭൂപതികൾ എന്നൊക്കെ പറയാം. പഴയ ലാൻഡ് ലോഡ്സിൻ്റെയൊക്കെ അതോറിറ്റീസൊക്കെ കുറഞ്ഞു, അവരുടെ അധികാരം കുറഞ്ഞു. ഇതോടെ ട്യൂഡർ ഡൈനാസ്റ്റി ആകാനുള്ള വഴി തുറക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാജകുടുംബത്തിനുള്ളിലെ അധികാര പോരാട്ടം അവസാനിക്കുകയും ചെയ്തു. ട്യൂഡർ എന്ന പുതിയ ശക്തമായ രാജവംശം ഉയർന്നു വരികയും ചെയ്തു. കാരണം ഹൗസ് ഓഫ് യോക്കാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആണ്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഭൂമി, അതായത് ലാൻഡ് സ്വന്തമായിട്ടുള്ളവൻ ആ നാട് ഭരിക്കുന്നു എന്നൊരു സിറ്റുവേഷനെയാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഒരു കൺട്രിയുടെ കിങ് ലാൻഡ് ലോഡ്സിന് കൊടുക്കുകയും ആ ഭൂമിയിൽ ആ ലാൻഡിൽ അവർ കർഷകരെ കൊണ്ട് ജോലി ചെയ്ത് വിളവെടുപ്പൊക്കെ നടത്തുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് ആ കാലത്ത് ലാൻഡ് ഉള്ളവനെ പവറുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം അടിമകൾ അല്ലെങ്കിൽ ജോലിക്കാർ എന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ കാലക്രമേണ ഫ്യൂഡലിസം കുറച്ചായിട്ട് തകരുകയുണ്ടായി. അതിന് പ്രധാന കാരണം ചില മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസത്തിൽ നമ്മൾ നോക്കുന്നത് ഫ്യൂഡലിസം എങ്ങനെ തകർന്നു എന്നാണ്. തകരാനായിട്ട് പ്രധാനമായിട്ട് വന്ന കാര്യമാണ് വ്യാപാര വളർച്ച, ഗ്രോത്ത് ഓഫ് ട്രേഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റ്സ് വളർന്നു, ടൗൺഷിപ്സ് വളർന്നു, കൊമേഴ്സ്, വ്യാപാരം വർദ്ധിച്ചു. ഇപ്പോൾ വ്യാപാരമൊക്കെ വർദ്ധിച്ചു, മാർക്കറ്റ് വളർന്നു, ടൗൺഷിപ്പൊക്കെ വർദ്ധിപ്പിച്ചപ്പോഴത്തേനും നമ്മുടെ ഈ ഫാർമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, കൂടുതലായിട്ടും ബിസിനസ്സിലോട്ട് ഇറങ്ങുകയും അവർ വ്യാപാരത്തിലൂടെ അല്ലെങ്കിൽ സെയിൽസിലൂടെ ഒക്കെ പണം ഉണ്ടാക്കാനായിട്ടുള്ള വഴികളൊക്കെ കണ്ടെത്തുകയും ചെയ്തു. സോ ഇതോടുകൂടി തന്നെ ലാൻഡ് ലോഡ്സിൻ്റെ അതോറിറ്റി അവിടെ നഷ്ടപ്പെടുകയും നേരത്തെ ഭൂമിയായിരുന്നു പ്രധാനമായിട്ട് ശക്തി എന്ന് പറയാനായിട്ട് പറ്റിയിരുന്നത്. കാരണം ലാൻഡ് ഉള്ളവനെ പവറുള്ളൂ. സോ ആ ഒരു സിറ്റുവേഷൻ മാറി ലാൻഡിൽ നിന്നും മണിയിലേക്ക്, അതായത് പണത്തിലേക്ക് പവർ മാറുകയും ചെയ്തു. പിന്നെ മറ്റൊരു കാരണമാണ് കർഷകരുടെ കുറവ്. ഓക്കെ, മുൻപ് കർഷകർ ഭൂമിയെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു. അവർ കൃഷി ചെയ്ത് അവർക്ക് വിളവെടുപ്പെടുത്തി കൊടുത്താൽ അവർക്ക് ശമ്പളം കിട്ടുള്ളൂ. അതൊക്കെ മാറി അവർക്ക് പുതിയ രീതിയിൽ കച്ചവടം പോലുള്ള കാര്യങ്ങൾ മാർക്കറ്റൊക്കെ വളർന്നപ്പോഴത്തേനും കണ്ടെത്തി അവർക്ക് പുതിയതായിട്ട് ഇൻകം കണ്ടെത്താനായിട്ട്, അതായത് ഈ ഫാമിംഗ് അല്ലാതെ വേറെ രീതിയിൽ ഇൻകം കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗ്ഗമൊക്കെ തെളിഞ്ഞു വന്നപ്പോൾ അവർ ഒബിയസ്ലി ഈ അടിമപ്പണം ചെയ്യുന്നതിൽ നിന്നും അവരുടെ ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ ഫ്രീഡത്തിലേക്ക് മാറുകയും ചെയ്തു. സോ അതോടുകൂടി തന്നെ കർഷകരുടെ ലഭ്യത വളരെയധികം കുറയുകയും ലാൻഡ് ലോഡ്സിന് ഭൂമി ഉണ്ടെങ്കിലും അവിടെ നിന്നും പ്രത്യേകിച്ച് ഒരു ഇൻകം ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറുകയും ചെയ്തു. സോ അതും ഫ്യൂഡലിസം തകരാനായിട്ട് ഒരു കാരണമായി. സോ ഫ്യൂഡലിസം തകർന്നപ്പോഴത്തേനും രാജാക്കന്മാർ ഒരു സെൻട്രലൈസ്ഡ് പവറായിട്ട് മാറി. സെൻട്രലൈസ്ഡ് പവറായി എന്ന് പറയാനായിട്ട് അവർ സ്വന്തമായിട്ട് പൈസ, അതായത് ക്യാഷൊക്കെ കൊടുത്ത് അവർ സൈന്യത്തെ വികസിപ്പിക്കാനും തുടങ്ങി. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈന്യത്തെ കൊടുത്തുകൊണ്ടിരുന്ന ലാൻഡ് ലോഡ്സ് ആണ്. അപ്പോൾ ലാൻഡ് ലോഡ്സിൻ്റെ അടുത്ത് ഫാർമേഴ്സും ആൾക്കാരും എല്ലാം പോയപ്പോഴത്തേനും അവർക്ക് ഓൾറെഡി ലാക്ക് ഓഫ് മെൻസ് ആണ്, അവർക്ക് വേണ്ടത്ര ആൾക്കാരെ കിട്ടാനായിട്ടില്ല. സോ അവർക്ക് ഒരു കാരണവശാലും രാജാവിന് അതിന് സപ്ലിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള. സോ രാജാവ് ഒരു വഴി ഇല്ലെങ്കിൽ മറ്റൊരു വഴി എന്ന് നോക്കി അവർ തന്നെ പൈസ ഇറക്കി, രാജാക്കന്മാർ തന്നെ പൈസ ഇറക്കി പുതിയ സൈന്യം വികസിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ ഇപ്പോൾ രാജാവിന് സ്വന്തമായിട്ട് സൈന്യമായി. സോ ലാൻഡ് ലോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ രാജാവിന് ലാൻഡ് ലോഡ്സിന് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ലാൻഡ് ലോഡ്സിൻ്റെ പവർ അവിടെ ഒബ്വിയസ്ലി കുറയാനും തുടങ്ങി. സോ ഇതിൻ്റെ നമ്മൾ പ്രധാനമായിട്ട് നോക്കാനായിട്ടുള്ളത് ട്രേഡ് കൊമേഴ്സ്, അതായത് വ്യാപാരം, മാർക്കറ്റൊക്കെ പോലുള്ള കാര്യങ്ങളെല്ലാം വളർന്നപ്പോഴത്തേനും ഫാർമേഴ്സ് ഒബ്വിയസ്ലി വ്യാപാരം അല്ലെങ്കിൽ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന ജോലികൾ എന്താണെന്ന് തേടി പോവുകയും അവിടെ ലാൻഡ് ലോഡ്സിൻ്റെ അതോറിറ്റി പോവുകയും ഫ്യൂഡലിസം എന്ന് പറയുന്ന സമ്പ്രദായം അവസാനിക്കുകയും ചെയ്തു. അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ള ടോപ്പിക്കാണ് ദ റിനൈസൻസ്. റിനൈസൻസ് എന്ന് പറയുമ്പോൾ റീബർത്ത് എന്ന് പറയും. ഓക്കെ, റിനൈസൻസ് കാലഘട്ടം എന്ന് പറയുമ്പോൾ റീബർത്ത് കാലഘട്ടം എന്ന് പറയും. നേരത്തെ ആൾക്കാർ അല്ലെങ്കിൽ മനുഷ്യർ അടിമകളെ പോലെ രാജാക്കന്മാരുടെ മുന്നിലും ലാൻഡ് ലോഡ്സിൻ്റെ മുന്നിലൊക്കെ നിന്നുകൊണ്ടിരുന്ന കാലം മാറി അവരൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ തുടങ്ങിയ കാലഘട്ടമാണ് റിനൈസൻസ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇവിടെ എഡ്യൂക്കേഷൻ, സയൻസ്, ടാലൻസ് പോലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് വരികയും ചെയ്തു.
14th സെഞ്ചുറി തൊട്ട് 17th സെഞ്ചുറി വരെയാണ് റിനൈസൻസ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അതായത് മനുഷ്യരിൽ തിരിച്ചറിവ് വരികയും അവർക്ക് അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ബോധം വരികയും ചെയ്ത കാലഘട്ടമാണ് 14th തൊട്ട് 17th സെഞ്ചുറി വരെ. സോ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അന്നത്തെ കാലത്ത് കൂടുതലും മതത്തിലും ദൈവത്തിലും മാത്രം വിശ്വസിച്ച് ആശ്രയിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ റിനൈസൻസ് കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ കഴിവുകളും ബുദ്ധിയും പ്രധാനമായി. മനുഷ്യർക്കുള്ള കഴിവുകളും ബുദ്ധികളും കൊണ്ട് മനുഷ്യർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും കൂടുതലായിട്ട് സമ്പാദിക്കാനും ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാമെന്നും ഉള്ള തിരിച്ചറിവ് വന്ന കാലഘട്ടമാണ് ഈ റിനൈസൻസ് കാലഘട്ടം. സോ റിനൈസൻസിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ഈ ഡിസ്പ്ലേ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലാസിക്കൽ ലേണിംഗ് ആണ്. ക്ലാസിക്കൽ ലേണിംഗ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാക്കുക തന്നെ ചെയ്തു. അതായത് പഴയ ഗ്രന്ഥങ്ങൾ, ഏൻഷ്യൻ്റ് ഗ്രീക്ക്, റോമൻ നോളജൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ ആൾക്കാർ കൂടുതലായിട്ട് പഠിക്കാനായിട്ടും വായിക്കാനൊക്കെ തുടങ്ങി. അടുത്ത ഹ്യൂമാനിസം ആണ് പറയുന്നത്. ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ സെൻറ്റേർഡ് തോട്ട്സ്. ദൈവം എല്ലാം എന്ന ചിന്തയിൽ നിന്നും മനുഷ്യർ മാറുകയും മനുഷ്യരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം ചിന്തിക്കാൻ പറ്റും, എങ്ങനെയെല്ലാം ജീവിക്കാൻ പറ്റും എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യർ എത്തുകയും ചെയ്തു. ഇവിടെ മനുഷ്യരുടെ കഴിവുകൾക്ക് പ്രാധാന്യം ലഭിച്ചു. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മനുഷ്യർ അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള എഫേർട്ട് എടുക്കാനായിട്ട് തുടങ്ങി. അവരുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഒബിയസ്ലി അവിടെ സയൻറ്റിഫിക് ഡിസ്കവറീസ് ഉണ്ടായി. സോ അവിടെ നമുക്കൊരു എക്സാമ്പിൾ പറയാനായിട്ടുള്ളത് കോപ്പർനിക്കസാണ് ഗലീലിയോ പ്രൂവ് എടുത്ത ഹീലിയോസെൻട്രിക് തിയറി. ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത് സൂര്യകേന്ദ്രിക സിദ്ധാന്തം എന്ന് പറയും. അതായത് എർത്ത്, നമ്മുടെ പ്ലാനറ്റ്സ് എല്ലാം സണ്ണിനെ വലം വയ്ക്കുന്നു എന്നുള്ളൊരു തിയറി അവിടെ കൊണ്ടുവരികയും ചെയ്തു. സോ ഈ തിയറി അവിടെ ഒബിയസ്ലി വന്നതുകൊണ്ട് തന്നെ പഴയ വിശ്വാസങ്ങളെല്ലാം അവിടെ ചോദ്യം ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ വന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യുന്നത് ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, ഭൂമിശാസ്ത്ര കണ്ടെത്തലുകൾ എന്ന് പറയും. പുതിയ രാജ്യങ്ങൾ കണ്ടെത്തി. അതായത് അമേരിക്കനെ ആ ടൈമിലാണ് കണ്ടെത്തുന്നത്. അമേരിക്കനെ തന്നെ ആ ടൈമിലാണ് കണ്ടെത്തുന്നത്. ഏഷ്യയിലേക്ക് പുതിയ കടൽപ്പാതകളൊക്കെ കണ്ടെത്തി. അപ്പോൾ ഈ പുതിയ രാജ്യങ്ങൾ കണ്ടെത്തിയപ്പോഴും പുതിയ കടൽപ്പാതകൾ കണ്ടെത്തിയപ്പോഴും വ്യാപാര വളർച്ചയ്ക്ക് വളരെയധികം സഹായിച്ചു. അവരിലുള്ള സാധനങ്ങളെല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ കൊണ്ട് വിറ്റ് കാശാക്കാനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ സാധനങ്ങൾ കൊണ്ട് അവരുടെ രാജ്യത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാനും സമ്പാദിക്കാനും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ സമ്പത്ത് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മേടിച്ച് അവരുടെ രാജ്യത്ത് കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാനും സമ്പാദിക്കാനുമുള്ള മാർഗ്ഗങ്ങളൊക്കെ അവിടെ തെളിഞ്ഞു വന്നു. അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റ്. സോ ആർട്ടിസ്റ്റിക് അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് മാസ്റ്ററി എന്ന ടൈമിലാണ് കൂടുതലായിട്ടും നല്ല പ്രസിദ്ധമായിട്ടുള്ള കലാകാരന്മാരിലൊക്കെ ഉണ്ടായത്. എക്സാമ്പിൾ ഡാവിൻസി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ, ടൈറ്റാൻ, ബോട്ടിസെല്ലി പോലുള്ള കലാകാരന്മാരെല്ലാം ഉണ്ടായ ടൈമാണ് ഈ റിനൈസൻസ് ടൈം എന്ന് പറയുന്നത്. ഈ ടൈമിൽ ചിത്രകല, ശില്പകല, ആർക്കിടെക്ചർ എല്ലാം വളർന്നു. ആർക്കിടെക്ചർ വളർന്നപ്പോഴത്തേനും ബിൽഡിങ്ങിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ മാറി ബിൽഡിങ്സ് എല്ലാം നല്ല രീതിയിൽ ഉണ്ടാകാൻ തുടങ്ങി. ചിത്രകല വന്നപ്പോഴത്തേനും പുതിയ ആൾക്കാർക്ക് ചിത്രകല പറഞ്ഞു കൊടുക്കാനും അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താനുമുള്ളൊരു മാർഗ്ഗമുണ്ടായി. ശില്പകല വന്നപ്പോഴത്തേനും ചർച്ചസ്, അതുപോലെ തന്നെ വീടുകളിലേക്ക് ശില്പങ്ങളൊക്കെ നിർമ്മിച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ശില്പങ്ങളെല്ലാം എങ്കിൽ അവരുടെ രാജ്യം വിട്ട് വെളി രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും ഓൾറെഡി അവിടെ ജോഗ്രഫിക്കൽ ഡിസ്കവറി നടത്തി പുതിയ റൂട്ട്, പുതിയ രാജ്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. സോ അവിടെ ഉണ്ടാകുന്ന സ്റ്റാച്യൂസ്, ഇമേജസ് എല്ലാം വെളി രാജ്യങ്ങളിൽ കൊണ്ടുപോയി സെയിൽസ് ചെയ്ത് അവിടെ നിന്ന് ഒരു ഇൻകം കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളെല്ലാം തെളിഞ്ഞു വരികയും ചെയ്തു. ഇതിൽ ഇംഗ്ലണ്ടിലുണ്ടായ ഇമ്പാക്ട് എന്താണെന്ന് പറഞ്ഞാൽ പുതിയ അറിവുകൾ വ്യാപിച്ചു, ഇംഗ്ലീഷ് സാഹിത്യം വളർന്നു, വ്യാപാരവും വികസിച്ചു. ഈ 3 ഇമ്പാക്റ്റാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായത്. സോ അതോടുകൂടെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെട്ടു. സോ റിനൈസൻസിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമില്ലാതെ പറയാനായിട്ട് വെക്കും. സ്വയം ചിന്തിക്കാനായിട്ട് ജനങ്ങൾ തുടങ്ങി, ശാസ്ത്രീയമായ കാര്യങ്ങൾ പരിശോധിക്കാനും തുടങ്ങി. സോ ഇത് അഡ്വാൻസ്ഡ് മോഡേൺ തിങ്കിങ്ങിന് തുടക്കമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ഹ്യൂമാനിസം. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ബാക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിനൈസൻസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഇത് മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ളൊരു ചിന്തയാണ്. ഓക്കെ, കാരണം മുൻപ് ദൈവമാണ് എല്ലാം എന്നുള്ള ചിന്തയിലാണ് മനുഷ്യരെല്ലാം ജീവിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഹ്യൂമാനിസം വന്നപ്പോൾ മനുഷ്യൻ്റെ കഴിവുകൾക്കും ബുദ്ധിക്കും പ്രാധാന്യം കിട്ടുകയും അവരുടെ കഴിവുകൾ വളർത്താനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും മനുഷ്യർക്ക് സാധിക്കുകയും ചെയ്തു. സോ ഹ്യൂമാനിസത്തിൻ്റെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് മനുഷ്യൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നത്. സോ ഹ്യൂമാനിസം വന്നതോടെ മനുഷ്യൻ്റെ കഴിവുകളിൽ മനുഷ്യർ തന്നെ വിശ്വസിക്കാനും അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കാനും വളരാനും കഴിയുമെന്നുള്ളൊരു ബോധം അവർക്ക് വരികയും ആളുകൾ സ്വന്തമായി ചിന്തിക്കാനും തുടങ്ങി. നെക്സ്റ്റ് വൺ ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. പുരാതന പഠനം നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ഗ്രീക്ക്, റോമൻ പോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം വീണ്ടും പഠിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം കൂടുതൽ പ്രാധാന്യമുള്ളതായി മാറുകയും ചെയ്തു. വിദ്യാഭ്യാസം കൂടുതലും പ്രാധാന്യമുള്ളതായി മാറിയപ്പോഴത്തേനും വ്യക്തികൾ വളരാനും അറിവ് കൊണ്ട് വളരാനും തുടങ്ങി. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ജീവിതം മാത്രമല്ല ലോകീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ദൈനംദിന ജീവിതവും പ്രാധാന്യമാണ് എന്ന് കരുതി മനുഷ്യർ ജീവിക്കാനും തുടങ്ങി. അതുപോലെ തന്നെ ആളുകൾക്ക് അവിടെ എഡ്യൂക്കേഷൻ വർദ്ധിക്കുകയും വിവരം വരികയൊക്കെ ചെയ്തപ്പോഴത്തേനും റിലീജിയസ് ഇമ്പാക്റ്റിൽ ഒരു മാറ്റം ഉണ്ടായി. നേരത്തെ പുരോഹിതന്മാർ എന്ത് പറയുന്നു അത് മാത്രമായിരുന്നു ഈ ആളുകൾ വിശ്വസിച്ചുകൊണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യാനിറ്റിയാണ് അവിടെ കൂടുതലായിട്ടും കണ്ടുവന്നിരിക്കുന്ന ഒരു കാസ്റ്റ്. സോ അവിടെ ബൈബിളാണ് ഒബ്വിയസ്ലി അവർ യൂസ് ചെയ്യുന്നത്. ആ ടൈമിൽ ബൈബിളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയത്തില്ല. കാരണം അത് അവർക്ക് വായിക്കാൻ അറിയില്ല, അവർക്ക് അതിനുള്ള ബോധമോ വിവരമുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഹ്യൂമാനിസം വന്നതോടെ അതിനുള്ള ഒരു മാറ്റം സംഭവിച്ചു. കാരണം അവർ ഓൾറെഡി പഠിക്കാൻ തുടങ്ങി, വിവിധ ഗ്രന്ഥങ്ങൾ വായിച്ചു, അവർക്ക് വായിക്കാനുള്ള അറിവുകൾ കിട്ടി. സോ അവർ ബൈബിൾ പോലുള്ള ഗ്രന്ഥങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. സോ ചർച്ചിലേക്കുള്ള പൂർണ്ണ ആശ്രയം അവർ കുറയ്ക്കുകയും സ്വന്തമായിട്ട് ചിന്തിച്ച് വായിക്കാനും ഓൺ ലാംഗ്വേജിലോട്ട് ഇവർ പിന്നീട് ബൈബിളൊക്കെ കൺവേർട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങി. ഇതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഹ്യൂമാനിസം പ്ലേസ്ഡ് മാൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ഇന്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ലൈഫ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് 16th സെഞ്ച്വറിയിൽ നടന്ന ദ റിഫോർമേഷൻ. സോ ഈ റിഫോർമേഷനിലൂടെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ, ക്രിസ്ത്യൻ ലോകത്തെ രണ്ടായി തിരിച്ചത്. കാത്തോലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ട് തിരിക്കുകയുണ്ടായി. അപ്പോൾ റിഫോർമേഷൻ ഒരു കാരണമായത് ചർച്ചിലൂടെ പുരോഹിതന്മാർ നടത്തിയ അഴിമതികൾ ജനങ്ങൾക്ക് അറിയാനുണ്ടായ സാഹചര്യത്തെ തുടർന്നാണ് റിഫോർമേഷൻ ഉണ്ടായത്. അതായത് ക്രിസ്ത്യാനിറ്റി സ്പ്ലിറ്റ് ആയത്. ഓക്കെ, പല പുരോഹിതന്മാരും സമ്പന്നരും സ്വാർത്ഥരുമായി മാറി.
സോ ഈ കറപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാം. കറപ്ഷൻ എന്ന് പറയുമ്പോൾ അഴിമതി. ഒന്ന് പണം കവർച്ച ചെയ്യുക, രണ്ട് കവർച്ച ചെയ്ത പണം കൊണ്ട്, അതായത് കണക്കിൽ നിന്ന് മാറ്റിയ പണം കൊണ്ട് അവർ ഫിനാൻഷ്യലി സെറ്റിൽ ആകുക. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പല പുരോഹിതന്മാർ സമ്പന്നരും സ്വാതന്ത്ര്യമായി മാറി. അപ്പോൾ മതം എന്നത് പണവും അധികാരവും എന്നത് മാത്രമായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഉണ്ടായപ്പോഴാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സ്പ്ലിറ്റ് ആയത്. സോ റിനൈസൻസ് സംവിധാനം വന്നപ്പോഴത്തേനും ആളുകൾ ചോദ്യം ചെയ്യാൻ പഠിച്ചു. ഓരോ സംവിധാനം വന്നപ്പോഴും ആൾക്കാർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓരോ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. സോ റിനൈസൻസിൽ ആളുകൾ ചോദ്യം ചെയ്യാൻ പഠിച്ചു. ചർച്ചിൻ്റെ അധികാരം ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യാൻ പഠിച്ചതിലൂടെ അവർ ചർച്ചിൻ്റെ അധികാരത്തെ അവിടെ ചോദ്യം ചെയ്യുകയുണ്ടായി. ജോൺ വൈക്ലിഫ് എന്ന വ്യക്തി ചർച്ചിൻ്റെ അഴിമതി വിമർശിച്ചു. അദ്ദേഹം മോർണിംഗ് സ്റ്റാർ ഓഫ് ദ റിഫോർമേഷൻ എന്നറിയപ്പെട്ടു. സോ ഈ റിഫോർമേഷൻ സംവിധാനം വന്നപ്പോഴത്തേനും രാജാവായ ഹെൻറി സെവൻ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോപ്പിനോട് അനുമതി ചോദിക്കുകയും പോപ്പ് അത് നിഷേധിക്കുകയും ചെയ്തു. ചർച്ചിൻ്റെ അധികാരി അല്ലെങ്കിൽ ചർച്ചിലെ പുരോഹിതൻ ആ ഒരു അനുമതി നിഷേധിക്കുകയും ചെയ്തു. പിന്നീട് ഹെൻറി സെവൻ റോമുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയും ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിച്ചതിന് ശേഷം ഹെൻറി സെവൻ ആണ് അതിൻ്റെ സുപ്രീം ഹെഡ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. സോ റിഫോർമേഷൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റൻസ് സ്പ്ലിറ്റായി. പിന്നെ രാജാക്കന്മാർ കൂടുതൽ ശക്തരായി. അതുപോലെ തന്നെ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ സ്റ്റാൻഡേർഡൈസ്ഡ് ആയി. എക്സാം പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ദ റിഫോർമേഷൻ വീക്കെൻഡ്, പാപ്പൽ അതോറിറ്റി ആൻഡ് സ്ട്രെങ്ത് ആൻഡ് നാഷണൽ ചർച്ചസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് കാക്സ്റ്റൺ ആൻഡ് ദ പ്രിന്റിംഗ് പ്രസ്. ഓക്കെ, എന്താണ് പ്രിന്റിംഗ് പ്രസ് എന്നുള്ള കാര്യം നമുക്കറിയാം. പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ്സ് എല്ലാം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻസിനെയാണ് പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പ്രസ് എന്ന് പറയുന്ന കടകളെയാണ്, ഈ മെഷീൻസ് എല്ലാം വെച്ചിരിക്കുന്ന കടകളെയാണ്. പക്ഷേ പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത് മെഷീൻസിനെയാണ് അത് പറയുന്നത്. 1476 വില്യം കാക്സ്റ്റൺ ഇംഗ്ലണ്ടിലേക്ക് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരികയും പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കാനും തുടങ്ങി. സോ പുസ്തകങ്ങളെല്ലാം അച്ചടിച്ച് ഇറക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ പുസ്തകങ്ങളെല്ലാം വില കുറയുകയും കൂടുതലായിട്ട് ആൾക്കാർക്ക് അത് ലഭ്യമാവുകയും ചെയ്തു. അതോടുകൂടി തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് നോളജ് മനുഷ്യരിൽ ഉണ്ടാവുകയും ചെയ്തു. വില്യം കാക്സ്റ്റണിന് റിനൈസൻസ് ആൻഡ് ഹ്യൂമാനിസം ആശയങ്ങളെല്ലാം വേഗത്തിൽ ഈ പ്രിന്റിംഗ് പ്രസ് ഉപയോഗിച്ച് പുസ്തകങ്ങളിലൂടെ അച്ചടിച്ചിറക്കാനും അത് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സാധാരണയായി ഉപയോഗിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പുസ്തകങ്ങൾ കൂടുതൽ അച്ചടിച്ചിറക്കിയിരുന്നതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലായി ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ അവിടെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റാൻഡർഡൈസ് ആവുകയും ചെയ്തു. ആ ടൈമിൽ പ്രസിദ്ധീകരിച്ച ഫേമസ് ബുക്സാണ് ജിയോഫ്രി ചോയ്സർ വർക്ക്സ്, നോട്ടഡ് യോർ ഹിസ്റ്ററീസ് ഓഫ് ടോയ്. സോ എക്സാം പോയിൻ്റായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രിന്റിംഗ് പ്രസ് വന്നതിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജും ലിറ്ററേച്ചറൊക്കെ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനും റെവല്യൂഷന് കാരണമാകാനായിട്ട് സാധിച്ചു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ള ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ വളർച്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് നമുക്ക് ആദ്യം ഇവിടെ നോക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് റിനൈസൻസ് തന്നെയാണ്. പുതിയ വിദ്യാഭ്യാസ രീതികൾ വന്നു. ക്ലാസിക്കൽ സബ്ജക്ട്സ് വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് വൺ റിഫോർമേഷനാണ്. ബൈബിൾ വായിക്കാൻ ആളുകൾ പഠിച്ചു. വിദ്യാഭ്യാസം ആവശ്യമാണ് അവർക്ക്. അടുത്ത പ്രിന്റിംഗ് പ്രസ് വന്നു. പുസ്തകങ്ങളെല്ലാം വിലക്കുറവിൽ അച്ചടിച്ച് കിട്ടാനും എല്ലാവർക്കും ലഭ്യമാകാനും തുടങ്ങി. സോ ഇതിൻ്റെ ഫലം എന്താണ്? വിദ്യാഭ്യാസം എല്ലാ വർഗ്ഗത്തിലുള്ള ആൾക്കാർക്കും വ്യാപിച്ചു കിട്ടുകയും എല്ലാവർക്കും യൂസ് ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ബുദ്ധി വളർത്താനും വായിക്കാനും എഴുതാനും എല്ലാം പഠിക്കാനും പറ്റി. സോ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയതോടുകൂടി തന്നെ ഇംഗ്ലണ്ട് ഹൈലി ലിറ്റററി സൊസൈറ്റിയായി മാറുകയും ചെയ്തു. സോ ഇംഗ്ലണ്ട് ഒരു ഹൈലി ലിറ്റററി സൊസൈറ്റിയായി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്ത 3 സർക്കംസ്റ്റൻസ് ആണ് റിനൈസൻസ്, റിഫോർമേഷൻ ആൻഡ് ദ പ്രിന്റിംഗ് പ്രസ്. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് റൈസ് ആസ് എ മാരിടൈം പവർ. സോ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇംഗ്ലണ്ട് കടൽ വഴി ശക്തമായ ഒരു രാജ്യമായി മാറി. അതായത് അവരുടെ നേവി ബേസ് കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകും, കൂടുതൽ സ്ട്രെങ്ത് ആവുകയും ചെയ്തു. അവർക്ക് വ്യാപാരം എല്ലാം കൂടി. അവർ പുതിയ പുതിയ കടൽ മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാനും അതിലേക്കൂടെ യാത്ര ചെയ്യാനും പുതിയ രാജ്യങ്ങളിൽ ചെല്ലാനും പുതിയ ആൾക്കാരെ കാണാനായിട്ടും അവരുടെ രാജ്യത്തുള്ള സാധനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ കൊണ്ട് വിൽക്കാനും പണം നേടാനും മറ്റുള്ള രാജ്യങ്ങളിലെ സാധനങ്ങൾ മേടിച്ച് അവരവരുടെ രാജ്യത്ത് തന്നെ കൊണ്ട് വിൽക്കാനും കൂടുതലായിട്ട് പണം ഉണ്ടാക്കാനും വ്യാപാരത്തിൻ്റെ സാധ്യതകളെല്ലാം ഇംഗ്ലണ്ട് കൂട്ടുകയും ചെയ്തു. സോ കടലിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട് തന്നെ കടൽ യാത്രാ സാങ്കേതിക വിദ്യകളൊക്കെ കൂടുതലായിട്ട് മെച്ചപ്പെട്ടു. നാവിഗേഷൻ സിസ്റ്റംസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തു, കുറച്ച് അഡ്വാൻസ്ഡ് ആക്കി. ഇൻ്റർനാഷണൽ ട്രേഡ് എല്ലാം വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പുതിയ പുതിയ കടൽപ്പാതകളെല്ലാം കണ്ടെത്തിയ ആൾക്കാരാണ് ജോൺ ഹാക്കിങ്സ്, സർ വാൾട്ടർ റലീഗ്, സർ ഫ്രാൻസിസ് ഡ്രേക്ക്. ഇവരൊക്കെയാണ് പുതിയ പുതിയ കടൽപ്പാതകളെല്ലാം കണ്ടുപിടിച്ചത്. 1588 ഇംഗ്ലണ്ട് ഈ സീ റൂട്ട്സ് എല്ലാം കണ്ടുപിടിച്ച് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ട്രേഡിംഗ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ സ്പെയിനായിരുന്നു ശക്തമായിട്ടുള്ളൊരു നാവികസേന എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇംഗ്ലണ്ടിന് ഒബ്വിയസ്ലി ഈ പുതിയ കടൽമാർഗ്ഗങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ സാധിച്ചതോടുകൂടി അവർക്ക് സ്പെയിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടും ശക്തമായിട്ടും ഉള്ളൊരു നാവിക സേന ഉണ്ടാവുകയും ഇതോടെ ഇംഗ്ലണ്ട് ലോകത്തിലെ ശക്തമായ നേവൽ പവറായി മാറുകയും ചെയ്തു. അതോടുകൂടി തന്നെ ലോകമെമ്പാടും വ്യാപാര സാമ്രാജ്യം വളരുകയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 വ്യാപാരത്തിനായി സ്ഥാപിക്കുകയും ചെയ്തു. മേജറായിട്ട് എക്സാം പോയിൻ്റായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്പെയിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാവൽ പവറായിട്ട് ഇംഗ്ലണ്ട് റേസ് ചെയ്യുകയും ഇംഗ്ലണ്ട് വളരുകയും അവരെ തോൽപ്പിക്കാനായിട്ട് മറ്റാർക്കും പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് അവർ എത്തുകയും ചെയ്യും. പുതിയ കടൽ മാർഗ്ഗങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവരുടെ ബിസിനസ് അല്ല വ്യാപാരങ്ങളും അവരുടെ ട്രെയിനും കാര്യങ്ങളെല്ലാം വർദ്ധിച്ചപ്പോൾ ഒബ്വിയസ്ലി അവരൊരു ഓഷ്യൻ കിങ്സ് ആയിട്ട് മാറുകയും ചെയ്തു. ഫൈനലായിട്ട് കീ എക്സാം ടേക്ക് അവേഴ്സ് ആണ് ഞാനവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 1066 നോർമൻ കോൺക്വസ്റ്റ് സംഭവിച്ചു, 1348 ബ്ലാക്ക് ഡെത്ത്, 1381 പ്രസൻസ് റിവോൾട്ട്, റിബർത്ത് എന്താണ്, അതുപോലെ തന്നെ 1476 കാസ്റ്റോൺ പ്രിന്റിംഗ് പ്രസ് വന്നു, 588 ഇംഗ്ലണ്ട് സ്പെയിനെ ഡിഫീറ്റ് ചെയ്ത് ഒരു നേവൽ പവറായിട്ട് ഉത്ഭവിക്കുകയും ചെയ്തു. സോ ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കുവാണെങ്കിൽ കൊള്ളാം. എല്ലാം ഷോർട്ട് ആക്കിയാണ് പറഞ്ഞത്, എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാം പോയിന്റ്സ് ആയിട്ടാണ് പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് 1-2 പ്രാവശ്യം കേട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളോ മനസ്സിലാകാതെയോ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ വഴി അറിയിക്കുക. മറ്റൊരു വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ക്ലാസ്സുകൾ മനസ്സിലാക്കുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമന്റ് വഴി തീർച്ചയായിട്ടും അറിയിക്കുക. പോരായ്മകളും കാര്യങ്ങളെല്ലാം കമന്റ് വഴി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ് ദിസ് ക്ലാസ് ബൈ സെൽഡസ് അക്കാഡമി.